വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 25 വർഷമായി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന, അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന പ്രിയപ്പെട്ട ശശിധരൻ ചേട്ടൻ, അതുപോലെ തന്നെ 15 വർഷത്തോളമായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ കോൺഗ്രസിൽ നിന്ന് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശശിധരന്റെ ഭാര്യ മഹിജ തോട്ടത്തിൽ, ഈ രണ്ടു പേരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായിരുന്നു. 25 വർഷമായി കോൺഗ്രസിന്റെ മെമ്പറായി, മഹിജ ചേച്ചി 15 വർഷം കോൺഗ്രസിന്റെ മെമ്പറായിരുന്ന ഈ രണ്ടു പേരുമാണ് ഇന്ന് ആ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് നേരിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ, വികസന രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൊടുക്കാൻ ആ പാർട്ടിക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടുകൾ, രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന് പറയുന്ന ആ വലിയ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലേക്ക് ആകർഷകരായിക്കൊണ്ടാണ് ഈ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത്. ആ രണ്ടുപേരെയും ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബിജെപിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ശശിയേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവിടെ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇപ്പൊ കടന്നു വരുന്നത്. ശശിയേട്ടൻ ആ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഴിയൂർ ബോർഡ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ് മുതൽ കുറെ വികസനയുടെ തുടങ്ങിയ പ്രവർത്തനം, പിന്നീട് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ മുൻപ് അഴിയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ചു കാലം അഴിയൂർ മണ്ഡലം കോൺഗ്രസിന്റെയും വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1995 ഞാൻ ആദ്യമായി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. അന്ന് ഇടതുപക്ഷത്തിന്റേതായിരുന്നു ആ വാർഡ്. അത് ഞാൻ മത്സരിച്ച് പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഞാൻ തുടർച്ചയായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ 3, 4, 5 വാർഡുകളിൽ നിന്നും വിജയിച്ച് എഴുപതി ആയ ആളാണ്. ഒരു പ്രാവശ്യം ഞാൻ അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റായി തുടരുകയാണ്. കോൺഗ്രസിൽ നിന്നും എനിക്കുണ്ടായ കൈപ്പേറിയ അനുഭവമാണ് ഈ ബിജെപി സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം വിട്ടുവരുന്നതിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ എനിക്ക് മാറേണ്ടി വന്നു. ഞാൻ ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനെ ജനങ്ങൾ എന്നിൽ
വിശ്വാസവും സ്നേഹവും നന്ദിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ പ്രാവശ്യം ഞാൻ വിജയിച്ചു വന്നത് CPM-ന്റെ ഉരുക്കുകോട്ടയായ അയ്യൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ നിന്നാണ്. ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. കൂടാതെ നരേന്ദ്രമോദി സർക്കാർ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാഹി റെയിൽവേ സ്റ്റേഷന്റെ കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഇതുവരെ ഒരു പുരോഗമനവും എത്തി നോക്കിയിട്ടില്ലാത്ത മാഹി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഒട്ടേറെ മാറിയിരിക്കുകയാണ്. ആ റെയിൽവേ സ്റ്റേഷനിലെ ആ മാറ്റത്തിന്റെ കാരണം കേന്ദ്ര സർക്കാരാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കൽ കൂടി പറയാണ്, ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും വിശ്വാസവും തുടർന്നും എനിക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയെക്കൊണ്ട് അതേപോലെ തന്നെ മൈജിയെ സംബന്ധിച്ചും 15 വർഷക്കാലം അയ്യൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായും ഒരു പ്രാവശ്യം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം ജനങ്ങൾക്ക് വേണ്ടി ഒഴുങ്ങിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലായി തന്നെ പറയുന്നില്ല. നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത്. നിലവിൽ ഇപ്പൊ കോൺഗ്രസിന്റെ എന്താ സ്ഥാനങ്ങൾ അവിടെ? ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനം ഇപ്പോഴില്ല. ഒരു സ്ഥാനമൊന്നുമില്ല. സ്ഥാനമില്ല. ഇപ്പോൾ കുറച്ചായി കോൺഗ്രസിൽ നിന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസിൽ പ്രത്യേകിച്ച് സ്ഥാനം കാര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോൺഗ്രസിൽ നിന്നുണ്ടായ ഐക്യ അനുഭവമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. മുൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്. പൊതുരംഗത്തേക്ക് വരാനുണ്ടായ കാരണം 1995 3-ാം വാർഡ് മെമ്പറായി. അത് കഴിഞ്ഞ് 2005-ലാണ് ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങി വരുന്നത്. അന്ന് ആ മാഹി റെയിൽവേ സ്റ്റേഷൻ വാർഡ് സ്ത്രീ സംവരണം വന്ന ശേഷമാണ് ഞാൻ പൊതുരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് നല്ല സ്വീകരണമായിരുന്നു ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായത്. പാർട്ടിക്ക് വേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ സജീവമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി വാർഡ് വികസനത്തിന്റെ കാര്യത്തിലായും പഞ്ചായത്തിന്റെ കാര്യത്തിലായും എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോഴും കുറച്ച് കാലങ്ങളായിട്ട് ഈ കോവിഡ് തുടങ്ങിയ തൊട്ടാണ് ഞങ്ങളെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കുറച്ച് മാറ്റങ്ങൾ കാണുന്നത്. അതായത് അന്നേരത്ത് ഞാൻ മെമ്പറായിരുന്നു. 2010 മെമ്പർ. അപ്പം കോവിഡിൽ ഞാൻ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കോവിഡ് വന്ന രോഗികളെ കാര്യങ്ങൾക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവമായിട്ടായിരുന്നു പ്രവർത്തിച്ചത്. പക്ഷെ ആ എന്റെ പ്രവർത്തനത്തിൽ ഇവര് എന്തൊക്കെയോ തെറ്റുകൾ കണ്ടെത്തുകയായിരുന്നു. ഞാൻ അവരെ ഒന്ന് അറിയിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ടോക്കായിരുന്നു അവർക്ക് വന്നത്. അപ്പൊ അന്ന് തൊട്ടിട്ട് അവരെന്തോ അറിയില്ല, ഞങ്ങളോട് എന്തോ ഒരു ഇതായിട്ട് പെരുമാറാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സജീവമായിട്ട് കോൺഗ്രസ് തന്നെ പിടിച്ചു നിൽക്കണം, മരണം വരെ ഒരു കോൺഗ്രസ്സുകാരിയായിട്ട് തന്നെ നിൽക്കണമെന്നായിരുന്നു ഞങ്ങളുടെ താല്പര്യം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് വാർഡിൽ കമ്മിറ്റി വിളിച്ചു ചേർത്ത്, ഞങ്ങൾ അറിയാതെയാണ് അവർ കമ്മിറ്റി വിളിച്ചു ചേർത്തത്. അപ്പൊ അതിന് വളരെ ഏറെ വിഷമമാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ അതൊരു ബാധ്യമായ ഒരു കാര്യമായിട്ട് തോന്നാം. ഇപ്പൊ പറയുമ്പോൾ ജനങ്ങൾക്ക് അത് തോന്നിയേക്കാം. പക്ഷെ സജീവമായിട്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങൾക്ക് കൈകേറിയ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വല്ലാത്ത മനോവിഷമം ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത്. തുടർന്ന് ഇപ്പൊ ഞാൻ 3-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലാണ് ഞാനിപ്പോ മത്സരിക്കുന്നത്. എന്നെ ജനങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ 4-ാം വാർഡ് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനം തന്നെയായിരിക്കും ഇനി മുന്നോട്ടും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ജനങ്ങൾക്ക് ഏത് പകലായാലും രാത്രിയായാലും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും.
ഗുണം തരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അത്രയും അവർക്ക് ഞങ്ങളുടെ സ്നേഹം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഇപ്പൊ എത്ര വർഷമായിട്ട് കോൺഗ്രസ്? 15 വർഷമായിട്ട് 3 ടൈം പഞ്ചായത്തിൽ ഒരു പ്രാവശ്യം 2015 എനിക്ക് സ്ഥാനം തന്നപ്പോൾ എനിക്ക് വേണ്ട മെമ്പർ സ്ഥാനത്ത് എന്റെ പാർട്ടിയുടെ വികസന പ്രവർത്തനങ്ങൾ നോക്കി നടന്നോളാൻ പറഞ്ഞ് ഞാൻ സ്ഥാനം വേണ്ടെന്ന് വെച്ചതാണ്. കോൺഗ്രസിൽ മെമ്പർഷിപ്പ് നിലവിലുണ്ടോ? മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അത് ഞാൻ തന്നു. കഴിഞ്ഞ കുറെ കാലമായിട്ട് മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളൊരു മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പ് ഞാൻ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതാണ്. അതിപ്പോ കുറെ ഉണ്ട്. ഇപ്പൊ 5 വർഷം. 5 വർഷം 5 വർഷമായിട്ട് മെമ്പർഷിപ്പ് കോൺഗ്രസ് മെമ്പർഷിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അല്ല, ഞങ്ങള് ഓൾറെഡി കോൺഗ്രസ് മെമ്പറാണ്. കോൺഗ്രസിന്റെ മെമ്പറാണെന്ന് മാത്രമല്ല എന്നൊക്കെ പിന്നെ ഈ വോട്ട് ചെയ്ത് നിങ്ങളത് ഒരു ഇലക്ഷന് വോട്ട് ചെയ്തിട്ടാണ് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ നിങ്ങൾ വോട്ട് ചെയ്തിട്ടാണുള്ളത്. അതിന്റെ സത്യാവസ്ഥ എന്താ? അതിന്റെ സത്യാവസ്ഥ സത്യമാണ്. അത് ആരോടും പറയാം. അതിന്റെ സത്യാവസ്ഥ വെച്ചാൽ ഞാനാണ് ഈ 3-ാം വാർഡ് അന്നത്തെ 3-ാം വാർഡ് മെമ്പർ ഫിറോസ് കളവണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഞാനാണ് നിർദ്ദേശിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനാണ് നിശ്ചയിക്കുന്നത്. അപ്പോ അവര് അവിടെ വിജയിച്ചു വന്നു. ഞങ്ങളൊക്കെ പരിശ്രമപരമായി തന്നെയാണ് അവർ വിജയിച്ചു വന്നത്. പക്ഷെ അവര് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാല് ഞാൻ BJPക്കാണ് വോട്ട് ചെയ്തത്. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്നില് അങ്ങനെ അടിച്ചേൽപ്പിച്ചോ അത് വല്ലാത്തൊരു മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യം. പിന്നീട് ഞാൻ ഒരിക്കലും ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. അപ്പൊ അന്നേരമാണ് അവർ ഈ വിഷയങ്ങൾ പറയുന്നത്. എന്നിട്ടും ഞാൻ സമചിത്തതയോടുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പൊ അവര് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. അല്ലാതെ അന്ന് ഷാഫി പറമ്പലിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായതുകൊണ്ടൊന്നല്ല. അദ്ദേഹം നല്ലൊരു നേതാവാണെന്ന് എനിക്കറിയാം. പിന്നെ അതേപോലെ ഇല്ലേ ഇപ്പൊ ഈ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ കൂടെ തന്നെ അല്ലെങ്കിൽ പറഞ്ഞു ഇല്ല, വൈദ്യുതിയാണ് മത്സരിക്കുന്നത്. 4-ാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 25 വർഷമായിട്ടുള്ള കോൺഗ്രസിന്റെ മെമ്പർ, 15 വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മെമ്പർ, ഇവരുടെ രണ്ടുപേരുടെയും അനുഭവ സമ്പത്ത് കോൺഗ്രസിന് ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണം, BJPക്ക് വേണം. രണ്ടുപേരും മത്സരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വൈദ്യ ചേച്ചി നോമിനേഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. 4-ാം വാർഡിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് വൈദ്യ ചേച്ചി 4-ാമത്തെ തവണ ജനവിധി തേടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കോൺഗ്രസിൽ നിന്ന് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും CPI-ൽ നിന്നും ഈ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ കൂടുതൽ നേതാക്കന്മാർ BJP-യിലേക്ക് എത്തും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് സൂചിപ്പിക്കണം. ഒറ്റ കാര്യം കൂടി ഇവർ പറഞ്ഞ നേരത്തെ കോൺഗ്രസിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞില്ല. ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ അത് പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങളെ അവിടെ ഉള്ള പ്രാദേശിക പാർട്ടി ഞങ്ങളെ അറിയിക്കാത്ത കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങളെ പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞിട്ട് വേണം ഞങ്ങൾ അറിയാൻ. അതല്ല, ഒന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് കൂടി ആലോചിക്കുന്നില്ല, മെമ്പറോട് കൂടി ആലോചിക്കുന്നില്ല, ഒരു കാര്യം അറിയിക്കുന്നില്ല. പാർട്ടിയിൽ നിന്നും തികഞ്ഞ അവഗണനയാണ്. ഭാരതത്തിൽ മുഴുവൻ ഭാഗത്തും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി പെരിങ്ങടവ പഞ്ചായത്തിലെ ഭാഗം 40 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും കോൺഗ്രസിന്റെ പല പ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും കഴിഞ്ഞ 10 വർഷം പെരിങ്ങടവ പഞ്ചായത്തിന്റെ മെമ്പറായി കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീമതി കുഷ്മകുമാരി ഇന്ന് BJP-യിലേക്ക് ചേരുകയാണ്. പെരിങ്ങടവ മാരായമുട്ട ഏരിയ കമ്മിറ്റി അവരെ സ്വാഗതം അവരെ സ്വീകരിക്കുന്നതിലേക്കായി ജില്ലാ പ്രസിഡന്റ് ആദരവ്
പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തനം ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് ഈ ദേശീയ പ്രവർത്തിക്കാൻ തയ്യാറായി വലിയ സന്തോഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരളത്തിലാകമാണ് ഇത്തരത്തിൽ ഇടതുപല മുന്നണികളിൽ നിന്ന് മനം മടുത്ത് അതിനുള്ള പ്രവർത്തകർ BJPയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും 2 മുന്നണികൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 40 വർഷമായി ചെറിയ പാരമ്പര്യമാണ് 40 വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് ഏകദേശം 10 വർഷം ജനപ്രതിനിധിയാവുകയും കോൺഗ്രസിന്റെ പാറശാല ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി കുസുമകുമാരി. അവർ പറയുന്നത് തന്നെ ഈ പാർട്ടിയിൽ ചേർന്ന് എന്റെ ജീവിതം മടുത്തു, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇതിന് ഇത്രയും കാലം എന്റെ 40 വർഷമാണ് നഷ്ടപ്പെട്ടത്. ഇനിയെങ്കിലും എനിക്ക് ദേശീയതയിലേക്ക് പ്രവർത്തിക്കണം, ദേശീയത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കണം, നാടിന്റെ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദിയുടെ പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ BJPയിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളത്. 100% ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. 2 മുന്നണികളെയും അടുത്തു. അപ്പോൾ രാജ്യത്ത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന കാരണം കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. കാരണം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് BJP NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് BJPക്ക് എതിരാളികൾ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് കേരളത്തിലും ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആ പാർട്ടിയുടെ പ്രവർത്തകർ, അവരുടെ നേതാക്കന്മാർ ഇപ്പോൾ BJPയുടെ നേതാക്കന്മാർ എല്ലാം വ്യക്തം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസം കൂടുതൽ ആൾക്കാർ, കാരണം മാറാത്തത് മാറും എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ട് 100% ആത്മാർത്ഥമായി ശ്രീമതി കുസുമകുമാരി നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം ഈ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി കേരളത്തിൽ ഒരു മാറ്റം വരുത്താൻ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ശ്രീമതി കുസുമകുമാരി BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് BJPയിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നു. സജീവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി എന്റെ തീരുപോലെ ഒഴുകിയ ഒരു അളവാക്കിയത് ഈ പാർട്ടി 2 പ്രാവശ്യം ഞാൻ ജനപ്രതിനിധിയായി. അടുത്ത് 2015-ലും 2020-ലും എനിക്ക് സീറ്റ് തന്നു. പക്ഷേ MS അനിൽ എന്ന് പറയുന്ന ഒരാള് അയാൾ സ്റ്റേറ്റ് ഞാനാണ് പാർട്ടി എന്ന് ഉള്ള ധാരണയുള്ള ഒരാള് റബലിനെ കൊണ്ട് നിർത്തി, പിന്നെ പരാജയപ്പെടുത്തി. അതിനുശേഷം 2020-ലും പുള്ളി MS അനില് ജില്ലാ സ്ഥാനാർത്ഥിയായി ഞാൻ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ഞങ്ങളെ വിവാഹിച്ചിരുന്നപ്പോൾ വന്ന് അദ്ദേഹം നിർത്തിയ റബലിന്റെ സ്വീകരണം വാങ്ങുകയാണ് ഉണ്ടായത്. അത് പത്രമാധ്യമങ്ങളിലൊക്കെ 2020-ൽ വന്നതാണ്. എന്നാൽ ആ കക്ഷിയെ ജയിപ്പിച്ച് അയാൾ ആ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് കൊണ്ടുവന്നില്ല. അദ്ദേഹത്തെ CPM-ലോട്ടാണ് പറഞ്ഞയച്ചത്. ഇത്തവണ അദ്ദേഹം CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. അതിന് എനിക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. എന്നാലും ഞാൻ അന്നും പ്രസ്ഥാനത്തോട് നിന്നു. ഇന്ന് തിരിച്ച് ഞങ്ങൾ ഈ പാലയാകുന്ന പുതിയ മണ്ഡലം ഉണ്ടായപ്പോൾ 8 വാർഡുകളാണുള്ളത്. ഞങ്ങള് ബ്ലോക്ക് ഭാരവാഹികളും UDF ചെയർമാൻ ഉൾപ്പെടുന്ന പോഷക സംഘടനാ പ്രതിനിധി ഉൾപ്പെടുന്ന ഏകദേശം 9 ഭാരവാഹികൾ ഉൾപ്പെട്ട് ഒരു പരാതി ജില്ലാ പ്രസിഡന്റിനും നിയോജക മണ്ഡലം കോർ കമ്മിറ്റി ചെയർമാൻ ഇന്നത്തെ സംഘടനാ ചുമതലയിലുള്ള
തന്നെ ബ്ലോക്ക് പ്രസിഡന്റിനൊക്കെ കൊടുക്കുകയുണ്ടായി. പക്ഷെ നാളിതുവരെ എന്താണ് എന്നുള്ള ഒരു അന്വേഷണം പോലും ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതിനെനിക്ക് പ്രതിഷേധമുണ്ട്. മാത്രമല്ല, എനിക്ക് സീറ്റ് വരാത്തതിൽ ഞാൻ ഉള്ള കാലം മുഴുവൻ മത്സരിക്കാമെന്നുള്ള ഒരു വ്യാമോഹം എനിക്കില്ല. പക്ഷേ ഒരു ദിവസമെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്ത പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു കുട്ടിക്ക് അരീക്കര വാദം അതെന്നെ ഞാൻ ജനിച്ചു വളർന്നതാണ്. എന്റെ ബന്ധുക്കളും എന്റെ സഹകാരികളും കുറവാണ്. അതാണ് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത്. ആ പാർട്ടിക്ക് ഞാൻ സ്ഥാനാർത്ഥിക്ക് ആദ്യം തരാമെന്ന് പറഞ്ഞാണ് എന്നെ പലരും ഇപ്പോഴും വീണ്ടും ഈ ഇതിലേക്ക് ആകർഷിച്ചത്. ഞാൻ വന്നപ്പോൾ ഒരു ദിവസം പോലും ജോലി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത വീട്ടിനകത്തിരുന്ന എംഎസ്എന്റെ ബാങ്കിലെ ഒരു സ്റ്റാഫ് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം അരീക്കര വാർഡിനെ സ്ഥാനാർത്ഥിയാക്കുകയും അത് ആ വാർഡിലെ ആൾക്കാർക്ക് ആർക്കും അറിഞ്ഞൂടാത്ത ഒരു കുടുംബമായിരുന്നു. അതുപോലെ തന്നെ മക്കത്തായ സമുദായം നിലനിൽക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയിൽ മക്കത്തായമാണെന്നാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ താല്പര്യം. ബ്ലോക്ക് എനിക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിന് മകൾക്ക് വേണ്ടി MS പാർവതി എന്ന് പറയുന്ന ആ കുട്ടിക്ക് വേണ്ടി ബ്ലോക്ക് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഇതിനെതിരെ എനിക്ക് പാർട്ടിയിൽ നിന്നും ആരും തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അത് എനിക്ക് പ്രതിഷേധം കൊണ്ട് ഈ പാർട്ടിയോട് ഇത്തരത്തിലുള്ള പ്രവർത്തികള് പാർട്ടിയിൽ പ്രവർത്തനത്തിന് ഉതകുകയില്ല, അത് മുകളിലോട്ട് പോവുകയില്ല. ഇന്ന് ഓരോ ദിവസവും അറബിക്കടലിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവണതയെ നേതൃത്വം ഇടപെട്ട് നേരെയാക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, വടകര ബേബി എന്ന് പറയുന്ന ഒരു കാമരാജ് നല്ല സത്യസന്ധനായ കോൺഗ്രസ് പ്രവർത്തകൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുകയാണ് ഉണ്ടായത്. അതുപോലെ അരിപ്പുറത്തെ കൊടുക്കത്ത് വിജയമുണ്ടായിരുന്നു. അദ്ദേഹത്തിനും അദ്ദേഹവും വിവാഹം കഴിക്കാത്ത ഒരു നല്ലൊരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് റമലൊക്കെ നിർത്തി മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെയുള്ള ഈ ഞാൻ പറയുന്നതിന് അപ്പുറമില്ല. അയ്യാം സ്റ്റേറ്റ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഈ പാർട്ടിയിൽ ഉള്ള കാലം ഈ പാർട്ടി രക്ഷപ്പെടുകയില്ല. എനിക്ക് ഇതിനോട് സഹകരിച്ചു പോകാൻ ഞാൻ